ഹലോ കൂട്ടുകാരെല്ലാവർക്കും സുഖമായിരിക്കും, സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു. ജെമീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കയ്പ വറുത്തരച്ച കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മുറി തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾ, ഒരു 10 ചെറിയ ഉള്ളി, ഒരു 3-4 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് ജീരകം, ഒരു 4-5 വറ്റൽമുളക്, ഒരു 1/4 ടീസ്പൂൺ കേട്ടോ, ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും സാധനമാണ് വേണ്ടത്. നന്നായിട്ട് കരിഞ്ഞ് പോകാതെ വറുത്തെടുക്കണം. ഇത് 2 കയ്പ, ചെറിയ സൈസ് കയ്പയാണ്. ഞാൻ കഴുകി അരിഞ്ഞ് കീറിയിട്ടുണ്ട്. 2 പച്ചമുളകും കീറിയിട്ടുണ്ട്. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. പകുതി വേകാകുമ്പോൾ വാളൻപൊടി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് പിഴിഞ്ഞൊഴിക്കണം. അതിന് ശേഷം ഈ അരപ്പ് അതിലേക്ക് ഒഴിക്കാം. നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. കയ്പ ഞാൻ വേകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ലേശം ഉപ്പിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. വെന്ത് പകുതിയാകുമ്പോൾ അതിലേക്ക് ലേശം പുളി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. തേങ്ങയും മുളകും കൂടെ ഒരുമിച്ചിട്ട് വറുക്കുക. അത് പകുതി വറവായി വരുന്നതിന് ശേഷം നമുക്ക് മറ്റുള്ള സാധനമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മല്ലിപ്പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ചെറിയ ഉള്ളി വേണമെങ്കിൽ കൊടുത്തന്നെ കേട്ടോ. പിന്നെ വറ്റൽമുളക് ഇല്ലാത്തവർക്ക് മുളക് പൊടി ഇടാം. ഞാൻ അപ്പോൾ വറ്റൽമുളക് ഉള്ളത് കൊണ്ടാണ് അതിടുന്നത്. നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ആയിരിക്കണം ഇത് വറുത്തെടുക്കേണ്ടത്. തേങ്ങ കണ്ടമാനം വയ്ക്കണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഞാൻ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. അത് നമുക്ക് ചൂടാറിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഞാൻ കയ്പ വേകാൻ വെച്ചിരുന്ന് അതിലേക്ക് ഈ പുളി ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. ഇവിടെ ഞാൻ കടുക്, ചെറിയ ഉള്ളി, വറ്റൽമുളക് താളിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് കയ്പ വെന്തോ നോക്കാം. കയ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ തേങ്ങ എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതായിരിക്കാം, എങ്കിലും ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്നതൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ തേങ്ങ വയ്ക്കട്ടെ. അപ്പോൾ ഞാൻ തേങ്ങ എല്ലാം അരച്ച് ഒഴിച്ചിട്ടുണ്ട്. നല്ല കട്ടിയുള്ള കറിയാണ്. അധികം തിളച്ചിതാവരുത്. ഒന്നിങ്ങനെ പത വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. നല്ലൊരു കട്ടിയുള്ള കറിയാവുള്ളൂ. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. കൂടുതൽ ഉണ്ടാക്കുന്നവർ അതിനനുസരിച്ച് സാധനങ്ങളൊക്കെ കൂട്ടിയെടുക്കുക. അപ്പോൾ നല്ല ഒരു അടിപൊളി കയ്പക്കറിയാണ്. അപ്പോൾ നമുക്ക് ചെറുതായി പത വരുന്നുണ്ട്. നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ എൻ്റെ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.